ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ സൗന്ദര്യപരമായ ഗുണങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും നമുക്ക് ഉണ്ടാകുന്ന അലർജി ഉണ്ടല്ലോ, ചുമ, തുമ്മൽ, ജലദോഷം പോലുള്ള അലർജിക്കും അതുപോലെ ക്യാൻസർ വരാണ്ടിരിക്കാൻ പോലും സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യപരമായ സൗന്ദര്യപരമായ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കളറ് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് മാത്രമല്ല, ഇത് ഗർഭിണികൾക്ക് കുടിക്കാം. പ്രസവശേഷം നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങളടുത്ത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച മഞ്ഞൾ 1 ഇഞ്ച് എടുത്ത് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് തിളപ്പിക്കാവുന്നതാണ്. എന്നാൽ പോലും പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഈ പാല് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ പാലിതാ നന്നായി തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ മേലെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നന്നായി പൊന്തി വരണം. നമ്മളെ പാത്രത്തിൻ്റെ മേലെ എത്തുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 1 ഇഞ്ച് മഞ്ഞൾ ചതച്ചിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറൂ. അപ്പോൾ ഇതിപ്പോൾ പൊടിയായതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും അത്. അപ്പോൾ ഇതിനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ പൊങ്ങി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അരിക്കൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്കിത് രാവിലെ ചായക്ക് പകരമായിട്ട് ഈ ഒരു പാൽ ഉണ്ടാക്കിയിട്ട് കുടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളിതിൽ മധുരമൊന്നും ഇടരുത് കേട്ടോ. ചിലർ പാലിൽ മധുരം ഇട്ട് കുടിക്കും. അപ്പോൾ ഇതിൽ മധുരമൊന്നും ഇടാൻ പാടില്ല, കാരണം അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും പഞ്ചസാരയെല്ലാം ആഡ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു പാല് നിങ്ങൾ ദിവസവും കുടിക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട്. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാൻ വരെ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾ ഈ മേലെ കാണുന്ന ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ വരുന്ന വീഡിയോ ക്ലിക്ക് ചെയ്താലോ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടി കണ്ട് നിങ്ങളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ ഒരുപാടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.